എന്നെ ഇവിടെ ഇറക്കിയത്. അപ്പൊ എങ്ങനെ കുട്ടച്ച? നീ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി, ഞാൻ എത്തിക്കോളാം. ആയിക്കോട്ടെ. ജപ്പാൻകുട്ടി, പെട്ടെന്നൊരു ചായ എടുത്തോ. എന്നാ കുട്ടച്ച ഇത്ര വെപ്രാളം? വെപ്രാളോ? എനിക്കോ? തന്റെ വാർഡിൽ എന്ത് പറ്റിയടോ? എന്ത് പറ്റാൻ, 144 വോട്ടിന് അരുണഗിരി ജയിച്ചു. ഷടേ, എന്നാലും 10-15 കൊല്ലം മെമ്പറായിരുന്ന കുട്ടച്ചൻ ഇത്തവണ തോറ്റു എന്ന് പറഞ്ഞ ആര് പറഞ്ഞു ഞാൻ തോറ്റെന്ന്? എടോ, ജനമനസ്സിൽ ഇപ്പോഴും കുട്ടച്ചന് സ്ഥാനമുണ്ട്. ഓ, അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. എടോ, ഈ അരുണഗിരി എന്താ ഒലത്താൻ പോകുന്നതെന്ന് ഈ നാട്ടുകാർക്കറിയാം. അവസാനം വഞ്ചി തിരുനക്കര തന്നെ എത്തും. എന്ന് വെച്ചാ എന്റെ വാർഡിലെ ഏത് പ്രശ്നവും ഒടുവിൽ എന്റെ മുന്നിലെത്തും. ജപ്പാനെ, നീ കണ്ടോ? അങ്ങനെ ഏതായാലും പുതിയ പ്രസിഡന്റ് ഭരണം കലക്കുമെന്നാ എന്റെ അഭിപ്രായം. കോച്ചെ, കലക്കുമെന്നല്ലടോ, കലങ്ങുമെന്ന. ഈ നാട് മുഴുവൻ അവന്റെ ഭരണത്തിൽ കലങ്ങും. അങ്ങനെ കലങ്ങിയാലും പിന്നെ തെളിഞ്ഞോളും കുട്ടച്ച. ഓ, മെമ്പർ ജാനമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? സ്വീകരണത്തിന് പോയില്ലേ? പോണം, അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. എന്നാ ഞാനും വരാം. അതിന് താനിപ്പോ മെമ്പർ അല്ലല്ലോ. ജനസേവനത്തിന് മെമ്പർ ആവണോന്നില്ലടോ. ഓ, അങ്ങനെയാണോ? 5-6 മാസത്തിനകം ഈ ഭരണം വീണ പിന്നെ ഞങ്ങളല്ലേ ഭരിക്കേണ്ടത്. അതെ അതെ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അതടുത്ത് നീ പിന്നെ അടപ്പത്ത് വെച്ചു. നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? കുട്ടച്ചനോടാ. ഇത്തവണ ഗജേന്ദ്ര കുറുപ്പിന്റെ ഒരു അഭ്യാസം ഇവിടെ വില പോവില്ല ഓ, കുട്ടച്ച. നമുക്ക് കാണാം. ജാനമ്മയുടെ കളി. രക്ഷപ്പെട്ടു. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാൽ. ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പല ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ധനനഷ്ടം, മാനഹാനി, ആശുപത്രിവാസം, നാൽക്കാലികൾ, ഇരുചക്രവാഹനങ്ങൾ, നാളാണല്ലോ. അപകടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാൻ ഇടയുണ്ട്. അതിനാൽ അതൊക്കെ അങ്ങേരുടെ കൂടപ്പിറപ്പല്ലേ. എടാ പുരുഷോ, നീ ആ സിറിഞ്ചിൽ ഒരു 150 ml എൻഡോഫോളിക്കോളും കൂടെ എടുത്തോ. എന്തിനാ? ഇവൾക്കൊരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ വേണോ? ഞാൻ പറയുന്നത് നീ കേട്ടാ മതി കേട്ടോ. അതെ, ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇവൾക്ക് ചവിട്ടുന്ന ശീലമുണ്ട്, അതുകൊണ്ട് നീ തന്നെ കുത്തിവെക്ക. ഞാനോ? ഞാൻ കമ്പൗണ്ടറാ, ഡോക്ടർ കുത്തിവെച്ചാ മതി. അതാ പിടി പിടി. അല്ല, ഇത് ചിലപ്പോ ഒരു കാര്യം ചെയ്ത് നീ ആ മൂക്ക് കയറി പിടിക്കോ. പിടിക്കും. മൂക്കറി പിടിക്കാം. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. അങ്ങേരുടെ പ്രവചനം ഫലിച്ചോ? എന്റെ ഈശ്വരാ! അയ്യോ കണ്ണീരാശ, എന്തൊരു ശബ്ദം കേട്ടത്? അന്ത പൊറുക്കി ഗോവർദ്ധനം കടന്ന് അലറാൻ അറിവ് കെട്ട മുണ്ടം. ആരോടെങ്കിലും ചെന്ന് നോക്കാൻ പറയാമേ. അതവിടെ നിക്കട്ടെ, നീ പോവാൻ നോക്ക്, സമയം പോകുന്നു. പൊന്നിന്റെ പൊന്നി. പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ മീറ്റിംഗ് അല്ലേ, താമസിച്ചാ മോശാവും. അതും പോരാഞ്ഞ് പ്രതിപക്ഷത്ത് ആ മാടഞ്ചേരി കുറുപ്പും. പോയിട്ട് വാക്കണ്ണ. നമസ്കാരം. നമസ്കാരം. നീ ഇവിടെ തേങ്ങ ചുമന്ന് കണ്ട് വേഗം ഷാപ്പിൽ ചെല്ലാൻ നോക്കട കാർത്തികയാ. ഇതിപ്പോ കഴിയും കിരീട്ടാ. ഇന്ന് ഷാപ്പിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ മണിയപ്പാ? ഇല്ലണ്ണ, എല്ലാം കേട്ടിട്ടുണ്ട്. അത് പൂച്ചേരി കണ്ടത്തിലിറക്കിയിട്ട് നീ ഷാപ്പിൽ പോയിക്കോ. വക്കീല് കയറിയട്ടെ. ഒരു വൃത്തികെട്ട മണം. അത് തന്റെ കോട്ടിന്റെയാ. വെള്ളത്തിലാ വീടാന്നും പറഞ്ഞു കുറെ കുടിക്കുകയും ചെയ്തു. പിന്നെ മനസ്സിലായത് ചാണകക്കുഴിയെന്ന്. അയ്യോ, അളിയന് എന്ത് പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് പറ്റാൻ. എന്നെ ആ ടാങ്കിലെങ്ങാനും കൊണ്ടുപോയിട്ട് അടച്ചു വെക്ക്. ഗോബർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അങ്ങോട്ട് കയറിയാ വീടും കൂടി നാട്ടിക്കണ്ട. ഓളാ ചാണകക്കുഴി. എന്തൊരു നാറ്റോ! ആ കുളത്തിലെങ്ങനെ പോയി കിടക്കുക ഗോവർദ്ധനം. എന്നിട്ട് വേണമല്ല മീനൊക്കെ ചത്തുപോങ്ങി. നീ വേഗം കോളേജിൽ പോകാൻ നോക്ക്. അമ്മ വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോയി കുളിച്ചേച്ചു വാ.
ദേ 4-5 തവണയെങ്കിലും സോപ്പ് തേക്കണേ. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എന്നാ കുളിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ആ പാടത്തെ 3-4 പണിക്കാരെയും കൂടെ കൂട്ടിനെ വിളിച്ചോ. അയ്യോ, എന്തിനാ മനുഷ്യൻ മോങ്ങുന്നേ? എന്റെ അണ്ണ കരയാതെ നമുക്കെല്ലാം ശരിയാക്കാം. കരഞ്ഞു പോകുമെടാ. അതെന്തിനാ? ഇവൾക്ക് രണ്ടാമതൊരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയതാ. എന്തു പറ്റി? അതെല്ലാം ആ പശുവിന്റെ ചവിട്ട് തകർത്ത് കളഞ്ഞില്ലേ. നീ പതിയെ ശരണം വിളിച്ച് താഴെ വെക്ക്. പതിയെ, പതിയെ, പതിയെ. എന്നിട്ട് എല്ലാ അവയവങ്ങളും ഉണ്ടാകുന്നൊന്ന് എണ്ണി തിട്ടപ്പെടുത്ത്. നോക്കട്ടെ. കാണുന്നില്ലല്ലോ, ഇത് എവിടെ പോയി? അമ്പലത്തിലോ മറ്റോ പോയി കാണാം. എവിടെയായിരുന്നല്ലോ? എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ല സാർ. നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതാ മതി. അതെ, ഇവരും കൂടെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ കാര്യം എന്തായെന്നോ. കുട്ടച്ചൻ എന്താ ഇവിടെ? വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല കുറുപ്പേട്ട. എന്റെ കയ്യിലിരുന്ന കാശ് കുറെ തൊലച്ചിട്ട് തോറ്റതും പോരാ, എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ? കുട്ടച്ചൻ ഒരു പുല്ലും ചെയ്യണ്ട. ഇപ്പൊ പോയിട്ട് സന്ധ്യയാകുമ്പോ വീട്ടിലോട്ട് പോവാ. ഓ, തോറ്റ് കളസം കീറിയതും പോരാ, അതിന്റെ ഇടയിൽ കൂടാ പണി. എന്താടോ സ്വീകരണം ഏറ്റുവാങ്ങാൻ ആൾ ഇതുവരെ വന്നില്ല? ഓ, ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന കാര്യം മറന്ന് അരുണഗിരി കണ്ട പാടത്തും പറമ്പത്തും കൈക്കോട്ടുകൊണ്ട് കിളക്കിയായിരുന്നു. ഈ ഗിരിയണ്ണ എവിടെ ചെന്ന് കിടക്കുന്നാവോ? നിങ്ങളൊന്ന് സമാധാനപ്പെട്, പുള്ളി ഇപ്പോഴിങ്ങെത്തും. ചേട്ടാ നിന്ന് വേരിറങ്ങി താനൊന്ന് വിളിച്ചോ കൂടെ കുര്യച്ച. ഇതിൽ ബാലൻസ് ഒന്നുമില്ല. ഞാൻ അല്പം മുമ്പ് വിളിച്ചതേ ഉള്ളൂ. ഇന്ന് വല്ല നടക്കുവോ? താൻ ആണ് കൊള്ളാമല്ലോടാ തങ്കപ്പ. ഉഗ്രൻ ഐഡിയ. അയ്യോ, എന്താ ഇത്? ഊതി തീർന്നില്ല. തൽക്കാലം ഊതിയതൊക്കെ മതി, ഇനി വേണ്ടപ്പോ പറയാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയതും ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയതും പുതിയതായി തെരഞ്ഞെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹാർദമായി സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ പ്രഥമ സഭ കൂടുവാനുമായിരുന്നു. ഇയാള് കുളമാക്കും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ഇതേവരെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ആദ്യ സമ്മേളനത്തിന് പോലും പുല്ലുവില കൽപ്പിച്ച ഈ പ്രസിഡന്റ് എങ്ങനെ ഈ പഞ്ചായത്ത് ഭരിക്കുമെന്നോർത്ത് ഞാൻ കുണ്ഠിതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ നമുക്ക് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്പമെങ്കിലും ആത്മാഭിമാനം അദ്ദേഹത്തിന്റെ പക്കൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ രാജി സമർപ്പിച്ച് പുറത്തു പോകണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അയ്യോ, പ്രസിഡന്റ് പുറത്തേക്കല്ല പോയത്, പഞ്ചായത്ത് കിണറ്റിനകത്തേക്കാ. പ്രസിഡന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. താഴേക്ക് ഇറങ്ങി വാ, അപ്പ അറിയാൻ കുഴപ്പം. ജീവിച്ചിട്ടുണ്ടോ? ഗിരിയണ്ണ, ഇത് പിടിച്ചോണേ. സഹായിക്ക്. പിടിക്ക് വക്കീലേ. പിടിക്കാൻ പറഞ്ഞത് അവിടെ അല്ല. ഗിരി ഗിരി എന്താ എന്താണ് താൻ കിണറ്റിനകത്ത്? ഒന്നുമില്ല എന്റെ വാസേട്ടാ, ഒരു പൂച്ച കിണറ്റിൽ വീണു. ഞാൻ ഇറങ്ങി അതിനെ പുറത്തെടുത്തു. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി കിണറ്റിൽ വീണ ഒരു സാധു പൂച്ചയെ അതിലിറങ്ങി രക്ഷപ്പെടുത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നല്ലൊരു കരഘോഷം കൊടുക്കൂ പ്ലീസ്, പ്ലീസ്. അങ്ങനെ ഇറക്കി വിടൂ. എന്നാ നമുക്ക് നീങ്ങാം. എങ്ങോട്ട്? പഞ്ചായത്തിലോട്ട്. എന്തിന്? ഇങ്ങേർക്ക് തലയ്ക്ക് വെളിവില്ലേ? ആദ്യത്തെ മീറ്റിംഗ് കൂടണ്ടേ? പ്രസിഡന്റിന്റെ സമയത്തിന് സൗകര്യത്തിന് കൂടേണ്ട ഒന്നല്ല പഞ്ചായത്ത് സഭ. അതിനെല്ലാം ചിട്ടകളൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ സർവ്വ അന്തസ്സും കളഞ്ഞു കുളിച്ച് കേവലം ഒരു മ്യാവ് പൂച്ചയെ പിടിക്കാൻ ഇറങ്ങിയ ഈ പ്രസിഡന്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഞങ്ങളെ പ്രസിഡന്റ് പൂച്ചയെ പിടിച്ചത് പട്ടാപ്പകല. കാളക്കുറുപ്പിന് രാത്രിയിലാ പൂച്ചപിടുത്തം. കാളക്കുറുപ്പും ഞാൻ പറയുന്നു. മൃഗസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 123 പ്രകാരം അർദ്ധരാത്രിയിൽ പൂച്ചയെ പിടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് കുറുപ്പേ. ഒരു പൂച്ചയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ക്രിമിനൽ കുറ്റമായി മുൻ പ്രസിഡന്റ് കാണുന്നുവെങ്കിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. പൂച്ചയാണെങ്കിലും അതിനൊരു ജീവനില്ലേ? പിന്നെ ഈ കരയിലെ ജനങ്ങൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളമാണ്. അത് മലിനമായാൽ അവർക്കുണ്ടാവുന്ന വൈഷമ്യം
മുൻ പ്രസിഡന്റ് മനസ്സിലാക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ടോ? ഇവനൊരു പണി കൊടുക്കണ്ടേ കുറുപ്പേട്ട? താൻ പോടായിരുപ്പേ. തന്റെ വാക്ക് വിശ്വസിച്ച് വാ തുറന്ന് എന്റെ അണ്ണാക്കില മാപ്പടിച്ച് കയറ്റിയത്. അതിപ്പോ ഇപ്പൊ കാണണോ ഇവനെയൊക്കെ? പ്രതിപക്ഷ നേതാവിന് ഉത്തരം മുട്ടിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പഞ്ചായത്തിലോട്ട് നീങ്ങാം. എന്താ ബാസിയേട്ടാ? പിന്നല്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഈ പ്രഥമ സഭ കൂടാത്തതിനാൽ ഞങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഓളമേ എന്റെ പൊന്ന് കവി അവണാക്കുഴി, ഇതുകൂടെ നക്കിയിട്ടങ്ങ് വീട്ടിൽ പോ. എന്നിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. ഷാപ്പാണേലും ഇതൊരു സ്ഥാപനമല്ലേ? ആകാശ പറവകൾക്ക് കുളി നിഷിദ്ധമാണ് വാസു. എങ്കിൽ താൻ കുളിക്കണ്ടോ? തരാനുള്ള പറ്റുകാശെങ്കിലും എന്താ? എടോ, ആധുനിക ചിന്തകർ വിതയ്ക്കാറുമില്ല, കുളിക്കാറുമില്ല.